നമസ്കാരം. ഒരു വിമാനാപകടം ഉണ്ടാകുമ്പോൾ രക്ഷാപ്രവർത്തകരും അതുപോലെ കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കളുമൊക്കെ നേരിടുന്ന ഒരു പ്രധാന ബുദ്ധിമുട്ട് മൃതദേഹങ്ങൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. സാധാരണ വിമാനങ്ങൾ അപകടത്തിൽപ്പെടുമ്പോൾ പൊട്ടിത്തെറിക്കുകയും അങ്ങനെ ഈ മൃതദേഹങ്ങളെ തന്നെ ഛിന്നഭിന്നമായി പോവുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് സാധാരണ ഉണ്ടാകാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് തിരിച്ചറിയുക എന്നുള്ളത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. പലപ്പോഴും ഇവരുടെ ശരീരത്തിൻ്റെ എന്തെങ്കിലും പ്രത്യേകതകൾ അല്ലെങ്കിൽ ഇവർ ഉപയോഗിച്ചിരുന്ന ഏതെങ്കിലും പ്രത്യേക രീതിയിലുള്ള ഉപകരണങ്ങൾ അങ്ങനെ എന്തെങ്കിലും കൈവശമുണ്ടെന്നുള്ള നോക്കിയിട്ടാണ് പലപ്പോഴും തിരിച്ചറിയാറുള്ളത്. ചില വിമാനാപകടങ്ങളിലെങ്കിലും മൃതദേഹങ്ങൾ മാറിപ്പോയ സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അഹമ്മദാബാദ് വിമാനാപകടവുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള പരാതികൾ അന്ന് ഉയർന്നിരുന്നു. പലരുടെയും മൃതദേഹങ്ങൾ മാറിപ്പോയിരുന്നു എന്നുള്ള പരാതി അന്ന് നിരവധി കോണുകളിൽ നിന്ന് ഉയർന്നിരുന്നു. പലരുടെയും ബന്ധുക്കളുടെ മൃതദേഹങ്ങൾ മാറിയാണ് കൊടുത്തതെന്നുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു. പക്ഷേ അത് രക്ഷാപ്രവർത്തകരെ അല്ലെങ്കിൽ ആശുപത്രി ജീവനക്കാരെ തീർത്തും കുറ്റം പറയാൻ കഴിയില്ല. കാരണം ഈ മൃതദേഹങ്ങൾ ഒരിക്കലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ അത്രയും ഛിന്നഭിന്നമായ രീതിയിലായിരിക്കും പലപ്പോഴും ഉണ്ടായിരിക്കുക. കഴിഞ്ഞ ദിവസം ബരാമതിയിലുണ്ടായ വിമാനാപകടത്തിൽ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാർ കൊല്ലപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മൃതദേഹം പെട്ടെന്ന് തിരിച്ചറിയാൻ രക്ഷാപ്രവർത്തകർക്ക് സഹായകരമായി മാറിയത് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട വാച്ച് തന്നെയായിരുന്നു. ഒരു സ്വർണ്ണ വാച്ചാണ് അദ്ദേഹം എപ്പോഴും ധരിച്ചിരുന്നത്. എത്രയോ വർഷങ്ങളായി ഈ വാച്ച് എപ്പോഴും അദ്ദേഹത്തിൻ്റെ കയ്യിൽ കാണുമായിരുന്നു. ഈ വാച്ച് കെട്ടിയ ശരീരം നോക്കിയാണ് വളരെ പെട്ടെന്ന് രക്ഷാപ്രവർത്തകർക്ക് ഇതാണ് അജിത് പവാറിൻ്റെ മൃതദേഹമെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞത്. മാത്രമല്ല അദ്ദേഹം ഇരിക്കുന്നൊരു പൊസിഷനുണ്ട്. വിമാനത്തിൽ യാത്ര ചെയ്യുന്ന അവസരങ്ങളിലൊക്കെ തന്നെ അജിത് പവാർ ഇരിക്കുന്നൊരു പ്രത്യേക പൊസിഷനാണ്. അദ്ദേഹം ഒരു പ്രത്യേക സീറ്റിൽ ഒരു പ്രത്യേക രീതിയിലാണ് അദ്ദേഹം ഇരിക്കുന്നത്. ശരിക്കും അതേ രീതിയിൽ തന്നെയാണ് ഈ വിമാനത്തിനുള്ളിൽ മൃതദേഹം കണ്ടെത്തിയത്. ഇരിക്കുന്ന അതേ പൊസിഷനിലാണ് അജിത് പവാറിൻ്റെ മൃതദേഹവും കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തകർക്ക് ഇത് വളരെ പെട്ടെന്ന് തന്നെ ഇത് അജിത് പവാറിൻ്റെ മൃതദേഹമാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോഴും ഈ അപകടം സംബന്ധിച്ച് ഒരുപാട് ദുരൂഹതകൾ തുടരുകയാണ്. വളരെ പരിമിതമായ സംവിധാനങ്ങളുള്ള ഈ ബരാമതി വിമാനത്താവളത്തിൽ ഒരുപക്ഷെ കാലാവസ്ഥ പ്രശ്നം കൊണ്ട് ഇറങ്ങാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ വിമാനത്തിന് വേണമെങ്കിൽ മറ്റേതെങ്കിലും വിമാനത്താവളത്തിലേക്ക് തിരിച്ചു പോകാമായിരുന്നു, വഴിതിരിച്ചു വിടാമായിരുന്നു. പക്ഷേ എന്തുകൊണ്ടത് സംഭവിച്ചില്ല എന്നുള്ള ചോദ്യങ്ങളുടെ നിരന്തരമായി ഉയരുന്നുണ്ട്. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ ഇക്കാര്യത്തിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ ഇതൊരു സാധാരണ വിമാനാപകടം മാത്രമാണ് എന്ന രീതിയിൽ തന്നെയാണ് പ്രധാനപ്പെട്ട വ്യക്തികളൊക്കെ തന്നെ ഇപ്പോഴും പ്രതികരിച്ചിട്ടുള്ളത്. അജിത് പവാറിൻ്റെ കുടുംബാംഗങ്ങളും ഇക്കാര്യത്തിൽ വിയോജിപ്പൊന്നും പ്രകടിപ്പിച്ചിട്ടില്ല. പക്ഷേ ഇതിൻ്റെ പിന്നിൽ ദുരൂഹത ഉണ്ട് എന്ന് ആരോപിക്കുന്നവർ നിരവധി കാരണങ്ങൾ ഇതിനെ നിരത്തുന്നുണ്ട്. ഇത്രയും പഴയ സംവിധാനങ്ങളുടെ ഒരു വിമാനമാണോ ഒരു സംസ്ഥാന ഉപമുഖ്യമന്ത്രിയെ പോലെയുള്ള ഒരു VVIPക്ക് യാത്ര ചെയ്യാൻ വിമാന കമ്പനി കൊടുത്തത് എന്നുള്ള ചോദ്യമൊക്കെ തന്നെ അവർ ഉയർത്തുന്നുണ്ട്. പക്ഷേ ഇവിടെ വരുന്ന ഒരു കാര്യം നിരന്തരമായി ഇത്തരം ചാർട്ടേഡ് വിമാനങ്ങളിലാണ് അജിത് പവാർ യാത്ര ചെയ്തിരുന്നത് എന്നുള്ളതാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിന് അത്തരത്തിലൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നിരിക്കാം ഈ വിമാനങ്ങൾക്ക് അപകടമൊന്നും ഇത്തരത്തിൽ സംഭവിക്കുകയില്ല എന്ന്. നേരത്തെയും പല പ്രമുഖ വ്യക്തികളും ഇത്തരത്തിൽ ചാർട്ടേഡ് വിമാനങ്ങൾ സഞ്ചരിക്കുമ്പോൾ അപകടങ്ങളിൽ പെട്ടിട്ടുണ്ട് എങ്കിലും അജിത് പവാറിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ അപ്രതീക്ഷിതമായി പോയി എന്നാണ് പലരും പറയുന്നത്. അതായത് സ്വന്തം നാടായ ബാരാമതിയിൽ, ശക്തി കേന്ദ്രമായ ബാരാമതിയിൽ വെച്ച് തന്നെയാണ് അദ്ദേഹത്തിന് ഈ ദാരുണമായ അന്ത്യം ഉണ്ടായത് എന്നുള്ള കാര്യവും എല്ലാവർക്കും ഏറെ ദുഃഖകരമായി മാറിയിരുന്നു. പവാർ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ബാരാമതി എന്ന് പറയുന്നത് അവരുടെ ഒരു ശക്തമായ മേഖല തന്നെയാണ്. ഈ കുടുംബത്തിൽപ്പെട്ട എല്ലാവർക്കും അവിടെ ഒരുപാട് സ്ഥാപനങ്ങളും കൃഷിഭൂമിയും എല്ലാം ഉള്ളതാണ്. അതിസമ്പന്നമായ കുടുംബമാണ് ശരത് പവാറിൻ്റെയും അജിത് പവാറിൻ്റെയൊക്കെ തന്നെ കുടുംബങ്ങൾ. അവരെ സംബന്ധിച്ചിടത്തോളം അവിടെ പരമാവധി വികസനമൊക്കെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ പോലും ഈ വിമാനത്താവളത്തിന് മാത്രം യാതൊരു തരത്തിലുള്ള പുരോഗതി ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം ശ്രദ്ധേയമാണ്. മാത്രമല്ല മഹാരാഷ്ട്രയിൽ തന്നെ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ മുംബൈ നഗരത്തിൽ മാത്രമാണ് ഉള്ളത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. കേരളം പോലെയുള്ള ഒരു ചെറിയ സംസ്ഥാനത്ത് പോലും പ്രധാനപ്പെട്ട വിമാനങ്ങളെല്ലാം അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളാണ് എന്നുള്ള കാര്യം ഇവിടെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കൂട്ടത്തിൽ ഈ മൃതദേഹങ്ങൾ വിമാനാപകടത്തിൽപ്പെട്ട് തിരിച്ചറിയുന്ന കാര്യം പരാമർശിക്കുമ്പോൾ ഒരു കാര്യം കൊണ്ട് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. പാകിസ്ഥാനിലെ പ്രസിഡൻ്റായിരുന്ന നേരത്തെ സൈനിക മേധാവിയായിരുന്ന ജനറൽ സിയാഉൽ ഹക്ക് കൊല്ലപ്പെട്ടപ്പോൾ അദ്ദേഹം കൊല്ലപ്പെട്ടത് വിമാനാപകടത്തിൽ തന്നെയായിരുന്നു. പാകിസ്ഥാൻ എയർഫോഴ്സിൻ്റെ വിമാനത്തിൽ ഒരു സൈനിക കേന്ദ്രം സന്ദർശിച്ചതിന് ശേഷം മടങ്ങുമ്പോഴാണ് അദ്ദേഹവും വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടത്. മൃതദേഹം പൂർണ്ണമായും ഛിന്നഭിന്നമായി പോയിരുന്നു എങ്കിൽ പോലും അതിൻ്റെ പല്ല് മനസ്സിലാക്കിയാണ് രക്ഷാപ്രവർത്തകർ അന്ന് ഇതാണ് സിയാഉൽ ഹക്കിൻ്റെ ഭൗതികദേഹമെന്ന് മനസ്സിലാക്കിയത്. സ്വർണ്ണം കെട്ടിയ പല്ലായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ആ സ്വർണ്ണം കെട്ടിയ പല്ലുള്ള വ്യക്തി എന്നുള്ള നിലയിൽ വളരെ പെട്ടെന്ന് തന്നെ അന്ന് അവർക്കിത് തിരിച്ചറിയാൻ കഴിഞ്ഞത്. കാരണം സ്വർണ്ണമാണെങ്കിൽ പോലും ഇത് ഉരുകിപ്പോയിരുന്നില്ല ഇരിക്കാം ഒരുപക്ഷെ. അങ്ങനെയാണ് വളരെ പെട്ടെന്ന് അവർക്ക് ഈ ഒരു പല്ല് വെച്ച് ഇതാണ് ജനറൽ സിയാഉൽ ഹക്കിൻ്റെ മൃതദേഹമെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞത്. ഏതായാലും അജിത് പവാറിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ അന്ത്യയാത്രയിലും ഈ വാച്ച് അദ്ദേഹത്തെ തിരിച്ചറിയാൻ, അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇതാണെന്ന് തിരിച്ചറിയാൻ സഹായകരമായി എന്നുള്ളത് ഇപ്പോഴും നമ്മെ വിസ്മയിപ്പിക്കുന്ന ഒന്നാണ്. കാരണം ചില നേതാക്കന്മാരുടെ കാര്യം നമുക്കറിയാം. അവർ എപ്പോഴും ജീവിതത്തിൽ ഒരേ വാച്ച് തന്നെ ധരിക്കുന്ന എത്രയോ പേരുണ്ട്, ഒരേ കണ്ണട ധരിക്കുന്നവരുണ്ട്. അത് അവരുടെ ഒരു വ്യക്തിത്വത്തിൻ്റെ കൂടി ഭാഗമായി പിൽക്കാലത്ത് മാറും. അതുതന്നെയാണ് ഇവിടെയും ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്.